എല്ലാ ദിവസവും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ പൊതിച്ചോർ ശേഖരിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു പദ്ധതി കേരളത്തിലില്ല. ഇതിൻ്റെ യൂണിക്നെസ് അതാണ്. 2, ഈ പൊതിച്ചോർ ആരാണ് കൊടുക്കുന്നത്? ശ്രീ കെ മുരളീധരനങ്ങ് മനസ്സിലാക്കേണ്ടത് കെ കരുണാകരൻ്റെ ചിത്രം വെച്ചിരിക്കുന്ന വീടുകളിൽ നിന്ന് തരുന്നുണ്ടത്രേ നമുക്ക് ഈ പൊതിച്ചോറ്. കെ മുരളീധരൻ വോട്ട് ചെയ്ത വട്ടിയൂർക്കാവിലെ ആളുകൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്നേ, BJP-കാർ കൊടുക്കുന്നുണ്ടെന്നേ. രാഷ്ട്രീയമല്ല ഇതിന്. അവരവരുടെ സ്നേഹമാണ്, മനസ്സാണ്, പ്രാർത്ഥനാനിരതമായ മനസ്സുമായി പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുന്ന അമ്മമാരാണ്. അവിടെ നിന്ന് അവർ പൊതിച്ചോറ് കൊടുക്കുന്നു. ആ പൊതിച്ചോറ് അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ മനുഷ്യന് വേണ്ടിയാണ് ഇത് പ്രാർത്ഥനയോട് കൂടി കൊടുക്കുന്നത്. അതുകൊണ്ട് വരുന്നു, പൊതിച്ചോറ് വാങ്ങിക്കഴിക്കുന്നു. ആ വാങ്ങിക്കഴിക്കുന്ന മനുഷ്യർ ഈ പറയുന്ന ഒരു സാമൂഹ്യ ഇടപെടലുണ്ടല്ലോ, ആ സാമൂഹ്യ ഇടപെടൽ കേരളത്തിൻ്റെ പൊതു സാമൂഹ്യ അവസ്ഥയ്ക്ക് കൊടുക്കുന്നൊരു പവറുണ്ടല്ലോ, കരുത്തുണ്ടല്ലോ, അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല താൻ പഠിച്ചത് എന്ന് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കെ മുരളീധരൻ സ്വയം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിനുള്ളത്? ഞാൻ ശ്രീ കെ മുരളീധരൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഹിന്ദുവിൻ്റെ കടയിൽ കയറി മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത്, ദളിതൻ്റെ കടയിൽ കയറി ദളിതൻ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം അത് കഴിക്കാൻ വിസമ്മതിക്കുന്ന വരേണ്യവർഗമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ നടക്കുന്ന ഒരു രാജ്യത്ത് കേരളം ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി കെട്ടിക്കൊടുക്കുന്ന ഭക്ഷണം, പൊതിച്ചോർ, സ്നേഹം, അത് വാങ്ങുകയും കൊടുക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്ന ഈ സ്നേഹത്തിൻ്റെ പങ്കിടലുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സ്കൂളിലല്ല ശ്രീ കെ മുരളീധരൻ പഠിച്ചത് എന്ന് മനസ്സിലായി. ഇവിടെ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ഇതുമായി യാതൊരു ബന്ധമില്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുകയോ ആരംഭിക്കാതിരിക്കുകയോ ചെയ്യും. ഇപ്പോഴും പല ഹോസ്പിറ്റലുകളിലും സർക്കാർ ചിലവിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത്, ഇതൊക്കെ ജനമേറ്റെടുത്തത്. ഇതിൽ രാഷ്ട്രീയമില്ല, വിശക്കുന്ന മനുഷ്യനേയുള്ളൂ. ശ്രീ കെ മുരളീധരനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അദ്ദേഹത്തെ ഉറക്കം കെടുത്തുന്ന കാര്യം DYFIയുടെ കൊടിയാണ്. DYFIയുടെ കൊടിയാണ് അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്ത കാര്യം. പക്ഷേ ഞങ്ങൾക്ക് ഈ പൊതിച്ചോർ കെട്ടിക്കൊടുക്കുന്ന മനുഷ്യർക്ക്, ഇത് വാങ്ങിക്കഴിക്കുന്നവർക്ക് ഒക്കെ കൊടിയല്ല, വിശപ്പ് മാത്രമേ ഉള്ളൂ. വിഷമം അത്. അപ്പോൾ ഈ സ്നേഹത്തെയും വിശപ്പിനെയും, അപ്പോൾ അവരുടെ ചോറിൽ മണ്ണ് വാരിയിടരുത്, ഈ ചോറിൽ മണ്ണ് വാരിയിടരുത് എന്ന് മാത്രമാണ് ശ്രീ കെ മുരളീധരനോട് പറയാനുള്ളത്. DYFI അഭിമാനത്തോടെ ഈ പൊതിച്ചോറ് വിതരണം തുടരും. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു സംഘടന എന്ന് പറയുന്നത് CH സെൻ്ററാണ്, മുസ്ലിം ലീഗിൻ്റെ. ഇതിൽ ലീഗും നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ? ഇത് ഒരുപാട് സംഘടനകൾ കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ CH സെൻ്ററിൻ്റെ പേരിൽ പാലിയേറ്റീവ് കെയറിൽ മെഡിക്കൽ കോളേജുകൾക്ക് സമീപം നടത്തുന്ന പ്രവർത്തനം വളരെ വലുതാണ്.